CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഹംപി യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അച്യുതരായപുര ക്ഷേത്രം, അച്യുതരായപുര മാർക്കറ്റ്, കൂടാതെ കോത്തലിംഗ മുതലായവയെക്കുറിച്ചുള്ളതാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരിൽ ഒരാളായ അച്യുതദേവരായൻ്റെ ഭരണകാലത്താണ് അച്യുതരായ ക്ഷേത്രം പണികഴിപ്പിച്ചത്. 1529 തൻ്റെ ജ്യേഷ്ഠനായ കൃഷ്ണദേവരായരുടെ പിൻഗാമിയായാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. വിഷ്ണുവിൻ്റെ മറ്റൊരു രൂപമായ തിരുവങ്ങലനാഥയാണ് അച്യുതരായ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം. അതുകൊണ്ട് ആദ്യകാലത്ത് ഈ ക്ഷേത്രത്തെ അറിയപ്പെട്ടിരുന്നത് തിരുവങ്ങലനാഥ ക്ഷേത്രം എന്നായിരുന്നു. പിന്നീട് ഇത് ആരുടെ ഭരണകാലത്താണോ നിർമ്മിക്കപ്പെട്ടത് ആ ഒരു രാജാവിൻ്റെ പേരിലാണ് ഇന്നത് അറിയപ്പെടുന്നത്. അതിനാൽ ഇത് അച്യുതരായ ക്ഷേത്രം എന്ന് പരക്കെ അറിയപ്പെടുന്നു. ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു ജോഡിയോളം ഒരു ദീർഘചതുരാകൃതിയിലുള്ള ചുറ്റുപാടുള്ള അതിൻ്റെ ഒരു മധ്യത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ ക്യൂബ് എടുക്കാമെങ്കിൽ അത് മോഡൽ ഒരു 12ഓളം ക്യൂബുകളുടെ നടുക്കാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് ഓരോ നമ്മൾ കവാടങ്ങളും കയറുമ്പോൾ അടുത്തൊരു ക്യൂബ് കണക്ക് വരും, അതിനകത്തൂടെ കയറിപ്പോകുമ്പോൾ അടുത്തൊരു ക്യൂബ്, അങ്ങനെയാണ് ഈ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഇത് കണക്കൊരു ക്യൂബ് കണക്ക് നമ്മൾ ഒരു കവാടം കടന്ന് അകത്തോട്ട് പോകുമ്പോൾ അതൊരു വലിയൊരു മതിൽക്കെട്ടിനുള്ളിലാണ്. ആ ഓരോ മതിൽക്കെട്ടിനുള്ളിലും 2 ഭിത്തികളുടെ ഇടയിലായിട്ട് നമുക്ക് അകത്തളങ്ങൾ തൂണുകളുള്ളൊരു വരാന്തകളൊക്കെ ഉണ്ട്. ചുറ്റുവട്ടം അതിനകത്തൂടെ കയറി നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എല്ലാം പൊളിഞ്ഞും എല്ലാം കിടക്കാണ്. നമ്മൾ ഈ ഹംപിയുടെ 1ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞ നമ്മൾ മാതംഗ ഹിൽസ് അഥവാ ബാലികേറ മല, അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ഈ ഒരു ഇതിൻ്റെ ആ ഒരു 4 കോമ്പൗണ്ട് അതിൻ്റെ ഫുൾ ഒരു പിക്ചർ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. പിക്ചർ മീൻസ് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ഒരു കുന്നിൻ്റെ മുകളിൽ നോക്കിയാൽ ഈ ഒരു ക്ഷേത്രം ഫുള്ളായിട്ട് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. നമ്മൾ ആ വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യം ആ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് മാതംഗ ഹില്ലിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള അച്യുതരായപുര ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗന്ധമാദന മാതംഗ കുന്നുകൾക്കിടയിലാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് 1534 ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ഗംഭീരമായ ക്ഷേത്രം ഈ വിജയനഗര വാസ്തുവിദ്യയുടെയൊക്കെ ശൈലിയിൽ അതിൻ്റെ ഏറ്റവും മികച്ചതും മെച്ചപ്പെട്ട രീതിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് മുമ്പ് ഈ പ്രശസ്തമായ നഗരമായ ഹംപിയിൽ നിർമ്മിച്ച അവസാനത്തെ മിന്നുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഒരു അച്യുതരായപുര ക്ഷേത്രം. ബഹമനി സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ ആക്രമണത്തിൻ്റെ അനന്തരഫലമായിട്ട് ഈ ഒരു മനോഹരമായ ക്ഷേത്രം തകർന്ന നിലയിലാണ്. ഇതുകൂടാതെ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പ്രകൃതിയുടെ മഴ, വെയിൽ, കാറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഏറ്റത് ഒരുപാട് നശിച്ചിട്ടുണ്ട്. അതെല്ലാം തരണം ചെയ്ത് ഇപ്പോൾ ഇത്രയെങ്കിലും ഉണ്ട്. പക്ഷേ അതുപോലും കാണാൻ അതിമനോഹരമാണ്. നിൽക്കുന്ന ഇപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ അത് കാണാൻ മനോഹരമാണ്. ഈ ഒരു ബോർഡിനകത്ത് അതിൻ്റെ ചെറിയ രീതിയിലുള്ളൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടെമ്പിളിനെ കുറിച്ചുള്ള ചെറിയ രീതിയിലുള്ളൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ടെമ്പിളിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണുന്നത് അച്യുതരായപുര മാർക്കറ്റാണ്. ചിന്തിച്ച് നോക്കുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1500 ആ ഒരു വർഷക്കാലത്ത് ഈ ഒരു സ്ഥലത്തായിരുന്നു അന്നത്തെ മാർക്കറ്റ് നിലനിന്നിരുന്നത്. ഇത് മീറ്ററുകളോളം ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നീളത്തോളം ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. അവിടെയുള്ളവർ പറയുന്നത് അന്നത്തെ കാലത്ത് ഇത് ഉത്സവങ്ങളും മറ്റും വരുമ്പോൾ ഇവിടെ അതിമനോഹരമായ രീതിയിൽ പാട്ടും ഡാൻസും പിന്നെ ഇതുകൂടാതെ ഇവിടെ ഈ ഒരു മാർക്കറ്റ് വലിയ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു മാർക്കറ്റിൽ നിന്നും വെളിയിൽ നമ്മൾക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഈ ഒരു പാറയിടുക്കിൽ കാണുന്ന ഒരു ഗുഹയുണ്ട്. ഇതാണ് ഇവിടെ സുഗ്രീവാസ് കേവ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു സുഗ്രീവ കേവിൻ്റെ ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് സീതാദേവിയെ അന്വേഷിച്ചു വന്ന ശ്രീരാമനെ സീതാദേവിയുടെ ആഭരണങ്ങൾ സുഗ്രീവൻ കാണിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചാണ് എന്നാണ്. ഈ ഹംപിയിലുള്ള മെയിൻ ഒരു ക്ഷേത്രങ്ങളിലൊന്നായ, ഇപ്പോഴും ആരാധന നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നായ വിത്തല ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 800 മീറ്റർ മാറിയാണ് ഈ ഒരു സുഗ്രീവ കേവ് സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങളോളം സുഗ്രീവൻ ഈ ഒരു ഗുഹയിൽ വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു ചെറിയ ഗുഹയാണ്. ഈ ഒരു സുഗ്രീവാസ് കേവ് എന്ന് പറയുന്ന ചെറിയൊരു ഗുഹയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മഴ സമയത്ത് ഭയങ്കര വെള്ളമായിരിക്കും. അപ്പോൾ നമ്മൾ പോയ സമയത്ത് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ പാറ അതിനകത്തോട് നടന്ന് അടുത്ത ഭാഗത്ത് ക്രോസ് ചെയ്തെത്തും. എത്തിക്കഴിയുമ്പോൾ അവിടെ നമുക്കൊരു സൈൻ ബോർഡ് കാണാം. കോടിലിംഗ ക്ഷേത്രം എന്നുള്ളൊരു സൈൻ ബോർഡ് കാണാം. അപ്പോൾ അവിടെ നമ്മൾ പോയപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ക്ഷേത്ര പരിസരമൊക്കെ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടു. അതിൻ്റെ ഒരു പരിസര പ്രദേശമാണ് ഈ കാണുന്നത്.
അപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ ഈ ഒരു പാതയിലൂടെ നടന്നു പോകുമ്പോൾ ആ കാണുന്നതാണ് തുംഗഭദ്ര നദി. ഈ ഒരു കാണുന്നതാണ് തുംഗഭദ്ര നദി. ഇവിടെ ആ കാണുന്ന മലകളൊക്കെ നമ്മളൊരു സാധാരണ പോലെയല്ല, കുറേ പാറകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ് കാണാം ഇവിടുത്തെ മലകളെല്ലാം. ആ ഒരു വെള്ളത്തിൽ ആ ഒരു ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാം കുറേ പാറകളൊക്കെ ഇങ്ങനെ ചുമ്മാ കൂട്ടിയിട്ടിരിക്കുന്ന കാണാം ഈ തുംഗഭദ്ര നദിയിലെ ആ ചുറ്റുവട്ടവും മറ്റുമുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാറയിലൂടെ കയറി പോകുമ്പോൾ ഒരു 1000 ഒറ്റപ്പാറയിൽ തീർത്ത 1000 ശിവലിംഗങ്ങളുടെ ഒരു ബെഡ് എന്ന് പറഞ്ഞൊരു ബെഡ് പോലെയുള്ള ഒരൊറ്റ പാറയിൽ 1000 ശിവലിംഗങ്ങൾ അതിനകത്ത് പണിത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല, കാരണം നമ്മളത് അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് വന്നിട്ടാണ് ആ ഒരു കാര്യം അറിഞ്ഞത്. അപ്പോൾ അതെല്ലാം കണ്ട് വെളിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് ആ ഒരു കാര്യം അറിഞ്ഞത്. അത് കുറച്ച് നടക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഈ പാറകളുടെ മേടിലൂടെയൊക്കെ എതിരേക്കൂടെയൊക്കെ നടന്ന് അങ്ങ് മേളിൽ പോകുമ്പോൾ വലിയ ഈ പാറകൾ കൊണ്ട് കൂട്ടം കൂടി കിടക്കുന്ന വലിയ മലയിൽ അതിൽ വലിയൊരു പാറയിൽ ഒറ്റപ്പാറയിൽ 1000 ശിവലിംഗങ്ങൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് മറ്റേ ഗൂഗിളിലും മറ്റുള്ള യൂട്യൂബ് വീഡിയോസിലൊക്കെ കയറി അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു എനിക്ക്. ഒരു പാറയിൽ 1000 ശിവലിംഗങ്ങൾ ഇങ്ങനെ ചെറിയ ശിവലിംഗങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇതാണ് മാതങ്ക ഹിൽസിൽ നിന്നും നോക്കുമ്പോഴുള്ള അച്യുതരായപുര ക്ഷേത്രവും ആ ഒരു മാർക്കറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹംപി യാത്രയുടെ അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.